ദുബായിൽ പോയിട്ടുണ്ടോ? ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ? അത് മാത്രമല്ല, സെക്കൻഡ് പ്രൈസ് ആയി 1 ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ 4 പേർക്കും, കൂടാതെ ആഴ്ച തോറുമുള്ള വിവിധ തെരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം. ഈ ഓണത്തിന് റോയലിൽ ഓഫറുകളുടെ പൊട്ടിപ്പൂരം. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. അപ്പൊ എങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം, ഒത്തിരി ലാഭിക്കാം, കീശ കാലിയാവാതെ. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP-യെ ആക്രമിക്കാൻ ശ്രമിച്ചതിലും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാറിനെതിരെയുള്ള പീഡനക്കേസിലും പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേലക്കോട് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP-യെ ആക്രമിക്കാൻ ശ്രമിച്ചതിലും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാറിനെതിരെയുള്ള പീഡനക്കേസിലും പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചേലക്കോട് സെന്ററിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. 111 ബൂത്ത് പ്രസിഡന്റ് പ്രവീൺ കുമാർ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി MR മോഹൻകുമാർ അധ്യക്ഷനായി. DCC എക്സിക്യൂട്ടീവ് അംഗം TC വിനോദ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റ് AU അബ്ദുൾ റഹ്മാൻ, 112 ബൂത്ത് പ്രസിഡന്റ് രമേശ്, 9 വാർഡ് പ്രസിഡന്റ് അനൂപ്, രഘു, സജി, ശശി, രവീന്ദ്രൻ, ഹരീഷ്, ദിലീപ്, ബാബു, പ്രദീപ് എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നമ്മളെ ഇന്റർനാഷണൽ കോൺഗ്രസ് വളരെ ചടുലമായ നീക്കത്തിലൂടെ തന്നെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ഞൊടിയിടയിൽ തീരുമാനമെടുത്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ നിന്നും പാലക്കാട് MLA ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർശനമായ അച്ചടക്ക നടപടിയെടുക്കുകയും അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ചുമതലയിൽ നിന്ന് മാറ്റുകയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും നടപടികളുമായി ഒരു പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്കെതിരെ നാണം കെട്ട നടപടികളുമായി മുന്നോട്ട് വന്ന BJP ഇന്ന് അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാത്തൊരവസ്ഥയാണ്. അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ വർഷങ്ങളായി പരാതിപ്പെട്ടിരുന്ന ഒരു യുവതി പരാതിപ്പെട്ടിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. CCV ന്യൂസ് ചേലക്കര.